നെല്ലിന്റെ വില നൽകുന്നതിലെ അനാസ്ഥയ്ക്കെതിരെ അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാവേലിക്കര SBI റീജിയണൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കൂട്ടായ്മ പ്രസിഡന്റ് ഗോപൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അപ്പർ കുട്ടനാട്ടിലെ കർഷകർക്ക് നെല്ല് കൊടുത്ത് പണത്തിനായി കാത്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര കൃഷിമന്ത്രിയുടെ മുൻപിൽ എത്തിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷകർ അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാവേലിക്കര SBI റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ പ്രസിഡന്റ് ഗോപൻ ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകത്തൊഴുത്തിന്റെ കുഴി നിർമ്മിക്കാൻ 8.4 ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ കണക്ക് എഴുതി കൊടുക്കുന്ന ആ ഒരു സ്നേഹം പോലും ഇവിടുത്തെ പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന കർഷകരോട് ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് തെറ്റായി മാറുക? കാരണം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങൾ ബാങ്കിന്റെ കടക്കാരാവുക എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമമാണ്? എവിടെയുമില്ല. പശ്ചിമ ബംഗാളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വാക്ക് കേൾക്കുന്നതിൽ സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങളൊരു പുനർവിചിന്തനം നടത്തണം. ഇവിടെ ഇത് മാവേലിക്കരയുടെ ഭാഗമാണ്, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. പാർലമെന്റിനകത്ത് സ്ഥിരം ഒരു പായും തലേണയും വെക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളല്ലേ മാവേലിക്കരയിലെ MP. ആ MP അദ്ദേഹത്തിന്റെ ലീഡർ പ്രസംഗിക്കുന്ന സമയത്ത് പാർലമെന്റിൽ എണീറ്റ് നിൽക്കാനും കൈയടിക്കാനും ശരി നല്ലതാണ്. അവിടുത്തെ പ്രധാനമന്ത്രി എണീറ്റ് നിൽക്കുന്ന സമയത്ത് കൂവി വിളിക്കാനും അത് അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. എന്നാൽ സ്ഥിരമായി പാർലമെന്റിനകത്ത് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിച്ച MP എന്റെ ഈ പ്രസംഗം കേട്ടിട്ടെങ്കിലും അടിയന്തിരമായിട്ട് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് കുട്ടനാടിലെ കർഷകരുടെ വിഷയത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ എത്തിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹം ശ്രമിക്കണം എന്ന് എനിക്കൊരു ആവശ്യമുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണ് എന്നുള്ള ധാരണയിലൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് BJP തെറ്റ് ചെയ്താലും കോൺഗ്രസ് തെറ്റ് ചെയ്താലും മാർക്സിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ എന്ന് പാടശേഖരത്തിലിറങ്ങി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സഹോദരന്മാർ തയ്യാറാകുന്നുവോ അന്ന് നിങ്ങളുടെ വിഷയം അവസാനിക്കും എന്നുള്ളതാണ്. അപ്പർ കുട്ടനാട്ടിലെ കർഷകർ നെല്ല് നൽകി പണത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കർഷകർക്ക് കാനറ ബാങ്ക് പണം നൽകാൻ തയ്യാറായപ്പോൾ SBI PRS ലോൺ നൽകാൻ തയ്യാറാവാത്തതും കാലതാമസം വരുത്തുന്നതിലുമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ലോൺ സംവിധാനം ഒഴിവാക്കി കർഷകർക്ക് വിളവെടുപ്പ് നടത്തി നെല്ല് കൊടുക്കുന്ന സമയത്ത് തന്നെ പണം ലഭ്യമാക്കുന്ന തരത്തിൽ നബാർഡിനെ കൊണ്ട് പാടത്ത് തന്നെ പണം നൽകുന്ന പദ്ധതിക്ക് നെൽകർഷക കൂട്ടായ്മയ്ക്കൊപ്പം നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കർഷകരുടെ വേദന തനിക്ക് നന്നായി മനസ്സിലാകും. താൻ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. കേരളത്തിൽ തനിക്ക് അധികാരമുള്ള പദവികൾ ഇപ്പോൾ ഇല്ല. എന്നാൽ കാസർഗോഡും കോഴിക്കോടും കർഷകർക്കൊപ്പം നിന്ന് ആവശ്യമായത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുക തന്നെ ചെയ്യുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂട്ടായ്മ രക്ഷാധികാരി സ്റ്റീഫൻ തോമസ് അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ധർണയിൽ പങ്കെടുത്തു. രാജൻ കന്യേത്തറ, ദീപു പടകത്തിൽ, തോമസ് കുറ്റിശ്ശേരിൽ, തോമസ് കുട്ടി കടവിൽ, ശിവരാജൻ ഉമ്പർനാട്, മധു കരിപ്പുഴ, തോമസ് കോശി, MS മോഹനൻ, KG മോഹനൻ, രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ സെക്രട്ടറി സുരേഷ് പായിപ്പാട് സ്വാഗതവും ട്രഷറർ വിജയൻ വേലു നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് കർഷകർ സ്വകാര്യ ബസ് സ്റ്റേഷന് സമീപത്തു നിന്നും പ്രകടനമായി എത്തിയാണ് മാവേലിക്കര SBI റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. CDNet ന്യൂസ്, മാവേലിക്കര.